MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. മുന്നാ നരേനു ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം ഈ ടീം റെഡ് ടീം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ഈ റെഡ് വന്ന് ഏത് ടീമായിരുന്നു? ടീമാണ്. മനസ്സിലാവും എല്ലാ ടീമും ചെയ്യും. ഇല്ല, നമ്മള് ഫ്രണ്ട്സ് കളിക്കണ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇതില് തോൽവി ചെയ്യൊന്നല്ല, മത്സരമല്ല. ഇതൊരു എന്ത് സംഭവിക്കും, ഇതിന് ഒരു കോമഡി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ല, ഏത് ടീം ജയിക്കുന്നു പറയുമ്പോൾ ടോസ് ഇട്ടിട്ടൊക്കെ കഴിഞ്ഞ ടീം ജയിച്ചു. പക്ഷെ എല്ലാവരും നല്ല വാശിയില്ല, ഗംഭീര വാശിയില്ല. അല്ല, കളിക്കുന്നവർ മാത്രമല്ല, കാണുന്നവര് വരെ ഇരുന്ന് കാണി നോക്ക്. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. ഞങ്ങളെ കളി കാണാൻ സമ്മതിക്കുമോ? അല്ല, കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കളി കണ്ടോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കളി, അടിപൊളി, നല്ല കളി. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യില്ലേ, അടിപൊളി, നല്ല കളിയല്ലേ, എൻജോയ്. ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീം പിന്നെ ചോദിച്ചു. അടിപൊളി, എല്ലാ ടീമിലും ഇല്ല, ഉത്സാഹ കമ്മിറ്റിയാ. നല്ല കളിയാ കണ്ടോണ്ടിരിക്കുക. ഗംഭീരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളല്ലേ. ഞങ്ങൾ ഇങ്ങനത്തെ ഗ്രൗണ്ടിൽ കളിക്കില്ല. ഞാനും റൊണാൾഡോയ്ക്ക് മെസ്സിയൊക്കെ വലിയത് വേണം. അയ്യം വിജയൻ ചേട്ടനെ സമ്മതിക്കണം. നന്നായിട്ട് പോകുന്നു, നല്ല കൂടുന്നുണ്ട്. കളിക്കാൻ തോന്നുന്നുണ്ട്. വേണ്ട, കുഴപ്പമില്ല. വലിയ ഇൻഡോർ സ്റ്റേഡിയം പറ്റില്ല, നെഹ്റു സ്റ്റേഡിയം. ഉഷാറല്ലേ, അടിപൊളി. കളിക്കാൻ വയ്യാതുകൊണ്ട് കളിക്കുന്നില്ല. ഇല്ല, എല്ലാം നമ്മുടെ ടീമല്ലേ. ഒന്നുമില്ല, എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നമുണ്ടോ. കളി കഴിഞ്ഞു വന്നല്ലേ, കണ്ടില്ലേ? രസമല്ലേ എല്ലാവരും ഒരുമിച്ചുകൊണ്ട്. പിന്നെ ഇല്ല, ഞാൻ ഇപ്പം ഫുട്ബോൾ മാത്രമേ ഇല്ല, ഞങ്ങൾ കളിച്ചോണ്ടിരിക്കല്ലേ. ഫാമിലി വരും, ഉച്ച കഴിഞ്ഞിട്ട് വരും. അമ്മ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണോ? നല്ല രസമുണ്ട്. എല്ലാവരും അവരുടെ ഒരു വർക്ക് ഷെഡ്യൂൾ മാറ്റി വെച്ച് ഹാവിങ് ഫൺ, അവരുടെ ഒരു കാഷ്വൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് അതിനൊരു ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫുട്ബോൾ മത്സരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ട് ടീമുള്ളത്, ഒന്ന് സ്വന്തം അച്ഛൻ്റെ ടീമും പിന്നെ മമ്മൂക്കാന്റെ ടീമും. ഞാൻ കളിക്കേണ്ടതായിരുന്നു, ലേറ്റ് ആയി പോയി വരാൻ. ലേറ്റ് ആയത്, കുറച്ച് വർക്ക് ഇന്നലെ ഫിനിഷ് ചെയ്യണ്ടായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്ത് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ UK-ലായിരുന്നു. അപ്പം ഒരു കാര്യം ചോദിച്ചാൽ ജെന്യുവനായിട്ട് ആൻസർ പറയണം. ഏത് ടീം ജയിക്കും? ഇവരുണ്ടായിരുന്നു തമ്മിലാണ്. ഒന്ന് മമ്മൂക്ക ടീമും ഒന്ന് സുരേഷ് ഗോപി ടീം. ഏത് ടീം ജയിക്കും? ഞാനൊരു മമ്മൂക്ക ഫാനാണ്. സുരേഷ് ഗോപി എൻ്റെ അച്ഛനാണ്. കുറച്ച് വയസ്സിൻ്റെ അച്ഛനെ ഞാൻ കൊടുക്കാം. സുരേഷ് ഗോപി ജയിക്കട്ടെ. ഇത് ഭയങ്കര ന്യൂട്രലല്ല. അപ്പൊ മാധവന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന ആൾക്കാര് എന്തൊക്കെയാ പറയുന്നത്, കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. ഞങ്ങള് റെഡ് കാർപ്പറ്റിലൊന്നും കണ്ടില്ല. എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. സംഘാടകനാണ്, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പോയതുകൊണ്ടാണ്. ഇനിയിപ്പോ വടംവലിയിലേക്ക് പോകും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുട്ബോൾ മത്സരം ഏത് ടീം ജയിക്കും? ഇപ്പം മമ്മൂക്കയുടെ
ലാലേട്ടന്റെ ടീമും സുരേഷ് ചേട്ടന്റെ ടീമുമാണ്. ഞങ്ങൾ മൊത്തം ലാലേട്ടന്റെ ടീമിലാണ്. ഇപ്പൊ ലാലേട്ടന്റെ ടീമേ എല്ലാവരും ജയിക്കുള്ളൂ. അല്ല, ഇപ്പൊ മത്സരിക്കുന്നത് ഇപ്പൊ ആര് മത്സരിച്ചാലും ലാലേട്ടൻ കീ ജയിക്കും. മത്സരം ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കാണുന്ന കണ്ടു. അറിയില്ല, ഇപ്പൊ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആണ്. പറയാൻ പറ്റത്തില്ല, വാശിയേറിയ മത്സരമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മള് സ്പോർട്സില് നമ്മള് ഇങ്ങനെയാണ് ഒരു വലിയ വലിയ കളിക്കാരൊക്കെ ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മള് ഇത്രയും ഒരു ചെറിയ മത്സരത്തിൽ ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര ആവേശമാണ്. നോക്കട്ടെ ആര് ജയിക്കാൻ നോക്കട്ടെ. നമുക്ക് ആവേശം ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം. മമ്മൂക്ക ടീമായിരിക്കും ജയിക്കുക. മമ്മൂക്ക ടീമായിരിക്കും ജയിച്ചു. മമ്മൂക്ക ഫാനാണ്. തീർച്ചയായിട്ടും മമ്മൂക്ക ഇഷ്ടമല്ല താരമില്ലല്ലോ. മമ്മൂക്കയ്ക്ക് ജയ്. മമ്മൂട്ടി ടീം മമ്മൂക്കയുടെ ഫാനാണെന്ന് തോന്നുന്നു. വാശിയേറിയ മത്സരം പൊക്കോണ്ടിരിക്കുകയാണ്. സാധ്യത ബ്ലൂ ജേഴ്സി. മമ്മൂക്കാന്റെ ടീം ജയിക്കും. ഇപ്പോഴത്തെ ഇത് നോക്കി ഒരു പോസ്റ്റിൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ഏത് ടീം ജയിക്കണം എന്ന് ആഗ്രഹം. എല്ലാവരും ജയിക്കണമെന്നാണ് ആഗ്രഹം. എല്ലാ ടീമും ജയിക്കണം. റിയൽ, അതായത് ഒറിജിനലി കാണുന്ന ഒരു കളിയുടെ ഒരു ആവേശം ഇവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഞാൻ മമ്മൂക്കാടെ മമ്മൂക്കയുടെ ഫാനാണ് പണ്ടേ. ഇറ്റ ഏത് ടീം ജയിക്കും? മമ്മൂക്കയുടെ ആൾക്കാർ ഇവിടെ മൊത്തം. അതെ അതെ അങ്ങനെ പറയാം. ഇനി അടുത്തത് ഗോൾഡൻ ചാൻസ് ആണ്. ജയിക്കാൻ സാധ്യത. ആവേശമല്ലേ കളി. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ടീം ജയിക്കുന്നു. കളി കഴിഞ്ഞിട്ട് വീണ്ടും സുരേഷ് ഗോപി മമ്മൂക്കായി ജയിക്കും, സുരേഷ് ചേട്ടൻ ജയിക്കും. മമ്മൂക്കായി ജയിക്കും, സുരേഷ് ചേട്ടൻ ജയിക്കും. അതെന്നെ ഈ ബോക്സ് കണ്ടിട്ട് നിൽക്കുന്ന കണ്ട സുരേഷ് ചേട്ടൻ ടീമാണെന്ന് തോന്നുന്നു ജയിക്കുന്ന സാധ്യത. കണ്ടിട്ടോ? ഒട്ടുമില്ല, കണ്ട് ആസ്വദിക്കുമല്ലേ വന്നിരുന്നിട്ട്. ഒട്ടുമില്ല. നമ്മളൊക്കെ കളിക്കേണ്ട ഫുട്ബോൾ കളിക്കേണ്ട കാലത്ത് നമ്മൾ കളിക്കാൻ പോലെ ഇപ്പൊ നമ്മൾ കണ്ടത് കളിയെല്ലാം കണ്ട് നമ്മൾ ആസ്വദിക്കുക, കൈയടിക്കുക. ഞാൻ രണ്ടുപേരുടെ ഫാനാ. രണ്ടുപേരും എന്റെ ഫാനാ. അതിപ്പോ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ടീം ജയിക്കുന്നു. ഫൈനലിൽ എത്തി വാശിയേറിയ മത്സരം കാഴ്ചവെക്കാൻ അറിയില്ല. നന്നായി കളിക്കണ ഒരു നല്ല കൈ കൊടുക്കാം. ഇരു ടീമും റെഡിയാണ്. കളിച്ചതിന്റെ ഒരു ചെറിയ റെസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. രാജീവ് പിള്ള ചേട്ടനല്ല, എല്ലാ ടീം അംഗങ്ങൾക്കും ബെസ്റ്റ് വിഷസ്. ടീം ക്യാപ്റ്റൻ കൂടുതൽ ഗോൾ അടിക്കുന്ന ടീം ജയിക്കും. അത് ഞങ്ങൾക്ക് അല്ല, അങ്ങനെ പറയാ. നല്ല കളിക്കുന്നവരെ ജയിക്കും. ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന ടീം മമ്മൂക്ക ടീം ലാലേട്ടനാണ്. ഇതിലേത് ടീം ജയിക്കും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവരുടെ കളിയൊന്നും കണ്ടിട്ടില്ലല്ലോ. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ അല്ലേ? 1-0 കളി മുന്നേറുന്നു. കളി കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നെ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാൻ റെഡിയായിട്ട് നിൽക്കാം. ഇല്ലില്ല, ഞങ്ങള് വടമലിയാ. വടമലി, അതിനാണ് ഇപ്പോഴേ അതെ അതെ, ഇത് കഴിഞ്ഞ വടമലിയാ. ഞങ്ങൾ റെഡി ആവണല്ലോ. ഇപ്പത്തെ കളി കണ്ടിട്ട് ഏത് ടീം ജയിക്കുമെന്നാ? ഇപ്പത്തെ കളി കണ്ടിട്ട് ഏത് ടീം ജയിക്കുമെന്നാ? കളി കണ്ടിട്ടില്ല, ലാലേട്ടന്റെ ടീം തന്നെ ജയിക്കുമെന്ന് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചേച്ചി, ഏത് ടീം ജയിക്കും? ഏത് ടീം ജയിക്കുന്നൊന്നും ഇപ്പൊ കണ്ടോണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. എല്ലാരും ഭയങ്കര ശക്തരാ. നമുക്ക് ഭയങ്കര വാശിയോട് വാശി, ഭയങ്കര സ്പിരിറ്റാ. അപ്പൊ നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആര് ജയിക്കും എന്നുള്ളത്. കണ്ടറിയാം. ഏതൊക്കെ ടീമാ മത്സരം പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. മഞ്ചേരി ഭയങ്കര ആവേശത്തിൽ കളി കാണുന്നത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ അവിടെ ഒന്ന് കാണുന്നുണ്ട്. ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏത് ടീം ജയിക്കും? നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. എന്താ പറഞ്ഞ കേട്ടില്ല. ഏത് ടീം ജയിക്കും? ഗോളിയായി വന്നിരിക്കുകയാണ്. അത് ഡിപ്പെൻസ്. മുന്ന അത് എന്താ പറയാ, ഞാനൊരു ടീമിലെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ജയിക്കുന്നത് പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മളിത് കപ്പ് മരിക്കാനുള്ള കളിയൊന്നുമല്ല. സോ ലെറ്റ് മീ സീ. കളി കണ്ട് എൻജോയ് ചെയ്യാം.
അതെ, നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് മാച്ചാണ്. വാശിയേറിയ മത്സരമാണ്. രാജീവ് ലെറ്റ് മീ സീ. ഓക്കെ, താങ്ക് യു. കളി കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലുകളിലാണ് ഇതാ ഒരു ഗോൾ ഏത് പോസ്റ്റിനെ ടീം ലക്ഷ്യമാക്കി ജയിക്കും? നമ്പർ 19 ഏത്? ശിവകുമാർ. ഏത് ടീം ജയിക്കും? സൂപ്പർ ഷോട്ട് ആയിരുന്നു അത് കൂടുതൽ ഗോൾ അടിക്കുന്നത് ഹിറ്റ് തന്നെ എന്ന് പറയുന്നത്. ആ ഒരു ഷോട്ട് ആയിരുന്നു എന്തായാലും. ആ ഒരു ഒട്ടും കേൾക്കാത്ത എന്നാലും എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ടീം ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാം. യെസ്, കാരണം അവര് ഇന്റർവെല്ലിന് മുമ്പ് അവരെല്ലാം ജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 ഗോൾ ലീഡല്ലേ, തീർച്ചയായിട്ടും ജയിക്കും. അടിപൊളി ചേച്ചി ഇറങ്ങുന്നില്ലേ മത്സരത്തിന്? ഇത്രയും നല്ല കളിക്കാരോട് നമ്മൾ ഇറങ്ങി പേടിയുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടല്ലേ ഓൾറെഡി ഫാഷൻ ഷോയ്ക്കുള്ള ഡാൻസ് ഉണ്ട്, ഒരുപാട് പരിപാടിയാണ്. ഞാൻ ഇത്രയും ഗംഭീരാവെന്ന് വിചാരിച്ചില്ല. ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല. ഭയങ്കര ട്രെയിൻഡ് പ്ലേയേഴ്സിനെ പോലെ അല്ലേ? അതെ, എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം, ഇറങ്ങാൻ നോക്കാം. കാണുമ്പോൾ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. അതെ, ആവേശം കാണുമ്പോൾ എല്ലാവരും അതല്ലേ പറയും. ഇവരുടെ ആവേശം കാണുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇറങ്ങണം. ഇനി പ്രാക്ടീസ് ചെയ്തിട്ട് ഇറങ്ങണം. അതെ അതെ, പ്രാക്ടീസ് വേണ്ടി വരും ഇവിടെ. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.